നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇന്റർ മിയാമിന്റെ ഒരു മാച്ചിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അതിന്റെ ഒരേ ഒരു റീസൺ, ഞാൻ ഇങ്ങനെ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ കുറെ കണ്ടു. ആൻഡ് എനിക്കത് കാണണം. ഓക്കെ, മെസ്സി ഡ്രിബിൾ ചെയ്യണ സമയത്തും മെസ്സി അമ്മാതിരി പാസസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മെസ്സി എന്താണ് ശരിക്കും ഫുട്ബോൾ പിച്ചിൽ കാണുന്നത്, ആ ഒരു POV എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടേനു. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി അത്രക്കും എക്സൈറ്റഡ് ആയിട്ടിരുന്നത്. ആൻഡ് ഇന്ന് ലീഗ്സ് കപ്പോ അങ്ങനെ ഏതോ ഒരു ടൂർണമെന്റിൽ ഇന്റർ മിയാമി ഏതോ ഒരു ടീമിനായിട്ടും കളിച്ചു. പണ്ടാറടങ്ങാൻ 10-ാം മിനിറ്റിൽ എന്തോ മെസ്സിക്ക് ഇഞ്ചുറി ആയിട്ട് ആളിനി 4 ആഴ്ച തീർന്ന്. ഐ മീൻ ആ 10 മിനിറ്റ് ആള് ബോഡി ക്യാമും മണ്ണാങ്കിട്ടൊന്നും വെച്ചിട്ടുമില്ല. ഈ ന്യൂസും കാര്യങ്ങളൊക്കെ എവിടുന്നാ വന്നത്? എന്തായാലും സ്പീഡി റിക്കവറി ഫോർ മെസ്സി. ഐ മീൻ അറ്റ്ലീസ്റ്റ് മെസ്സി ഫാൻസിനെ സംബന്ധിച്ച് അടുത്തൊരു മാസം കഷ്ടപ്പെട്ട് 4 മണിക്കും 5 മണിക്കും ഒക്കെ എണീറ്റ് ഇന്റർ മിയാമിന്റെ കളി കാണാൻ ഇരിക്കണ്ടല്ലോ. അങ്ങനെ ഒരു മെച്ചുണ്ട്. മാച്ചിന്റെ സ്റ്റാർട്ടിൽ തന്നെ മെസ്സി ഇഞ്ചേർഡ് ആയി കയറിയെങ്കിലും ലീഗ്സ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ നെക്കാക്സക്കെതിരെ ഇന്റർ മിയാമി 2-2 സമനില പിടിച്ചു. പിന്നെ പെനാൾട്ടിക്ക് പോയി 5-4. ഗ്രൂപ്പ് സ്റ്റേജിൽ പെനാൾട്ടിയോ? 2 മാച്ചിൽ 1 ജയം 1 ഡ്രോ 5 എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഐ മീൻ ഇറ്റ്സ് അമേരിക്ക. ഓരോർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യട്ടെ, നമ്മൾ അതിൽ ഇടപെടുന്നില്ല. ഒരു സോക്കർ എന്ന് വിളിക്കേ, ലീഗ് സ്റ്റേജിൽ പെനാൾട്ടി ഷൂട്ടൗട്ട് വെക്കേ, എന്ത് മാങ്ങ വേണേലും കാണിച്ചോട്ടെ. അറ്റ്ലീസ്റ്റ് അവരവരുടെ ഫുട്ബോൾ ലീഗും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മര്യാദക്ക് നടത്തണമെങ്കിലുണ്ട്. അല്ലാതെ ഇവിടുത്തെ പോലെ ഒരു ജനറേഷന്റെ സ്വപ്നങ്ങളും ഭാവിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിച്ചിട്ടുള്ള ഒരു മറ്റോടത്തെ പരിപാടി കാണിക്കണില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് കല്യാൺ ചൗബെ ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ട് ISL ഒക്കെ എന്തായാലും നടക്കും, ഫാൻസ് വെറിഡാവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ടാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് വേറെ കുറെ ന്യൂസ് വരുന്നത്. ഏതൊക്കെ 3 ISL ക്ലബ്സ് അവരുടെ ഫോറിൻ പ്ലേയേഴ്സിനോടൊക്കെ തിരിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഓപ്പറേഷൻസ് ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു സിറ്റുവേഷൻ. ഫോറിൻ പ്ലേയേഴ്സിന്റെ കേസിൽ അവർ വേറെ ഏതെങ്കിലും ലീഗിലോ രാജ്യത്തോ പോയിട്ടും കളിച്ചോളും. പക്ഷെ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് പ്ലസ് അവരുടെ സ്റ്റാഫ്സ് ലീഗ് മര്യാദക്ക് നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓവർ. ഓക്കെ, ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ളതിന് തന്നെ മൊത്തത്തിലൊരു ചെപ്പക്കുറ്റി നോക്കി ഒരു അടി കിട്ടിയ പോലെ തന്നെയാണ് ഈ ഒരു സംഭവം. ഞാനിപ്പോൾ കുറേ ഒന്നും പറയണില്ല, കാരണം ഒരു സുപ്രീം കോർട്ട് വിധി കൂടെ വരാനുണ്ട്. അതിനുശേഷം നമുക്കറിയാം എന്താണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഫ്യൂച്ചർ എന്നുള്ളത്. ഇതിപ്പോ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്കൊരു പ്രൊഫഷണൽ ഫുട്ബോളർ ആവണം എന്ന് എൻ്റെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ ഓരൊക്കെ പറഞ്ഞിരുന്നു, ഈ ഫുട്ബോൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അത് കളിച്ചിട്ടൊന്നും ആരും എവിടെയും എത്താൻ പോണില്ലാന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ നെക്സ്റ്റ് ജനറേഷനെ സംബന്ധിച്ച് അതൊരു ആക്ച്വൽ ഫാക്റ്റ് ആവാൻ പോവാണ്. ഈ കുട്ടികളൊക്കെ ഇപ്പൊ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ കളിക്കണ്ടും പ്രാക്ടീസ് ചെയ്യണ്ടും ഒക്കെ. ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ അടുത്തത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ട്രാൻസ്ഫർ ന്യൂസ്. ഓഫ് കോഴ്സ് അബൌട്ട് അൽ നാസർ മാൻ, ദ ബെസ്റ്റ് ഫുട്ബോൾ ക്ലബ് ഇൻ ദ വേൾഡ്. ഞാൻ ലാസ്റ്റ് അൽ നാസറിന്റെ ട്രാൻസ്ഫർ റൂമേഴ്സ് ഒക്കെ പറഞ്ഞു പോയതിന് ശേഷം ഒരു 10-12 ന്യൂ പ്ലേയേഴ്സുമായിട്ട് അൽ നാസറിനെ ലിങ്ക് ചെയ്ത് റൂമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ KBFCന്റെ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ അൽ നാസറിന്. ഏത് പ്ലെയർ ആണെങ്കിലും അൽ നാസറിന് ഏറ്റുമാണ് ആദ്യത്തെ ലിങ്ക് വരുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂസ് വരും അൽ നാസറും ആ ക്ലബും തമ്മിൽ അല്ലെങ്കിൽ ആ പ്ലെയറും തമ്മിൽ ഒരു ബന്ധമില്ലാന്ന്. എനിവേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബ്രൂണോ ഫെർണാൻഡസിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൽ നാസർ വീണ്ടും ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ന്യൂസസ് ഒക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, അത് നടക്കാൻ പോണില്ല. കാരണം ഇന്റെ ക്രഷിനെ റിജക്ട് ചെയ്ത പോലെ ബ്രൂണോ ഓൾറെഡി അൽ ഹിലാലിനെ റിജക്ട് ചെയ്തതാ. അതേപോലെ തന്നെ ഒരു ദയാദാക്ഷിണ്യം കാരുണ്യല്ലാതെ അൽ നാസറിനെയും ചെങ്ങായി റിജക്ട് ചെയ്യും. അതൊക്കെ അത്രേ ഉള്ളൂ. കാരണം ആളുടെ പ്രൈമിൽ നിൽക്കുകയാണ്, യുണൈറ്റഡിന്റെ മെയിൻ പ്ലേയേഴ്സിൽ ഒരാളാണ്. എന്തിനാ യൂറോപ്പ് വിട്ട് സൗദിക്ക് വരേണ്ടത്? ഒരാവശ്യമില്ല. ഈ ഒരു മൊത്തം സംഭവത്തിൽ എനിക്ക് പറ്റാത്ത ഏറ്റവും വലിയൊരു കാര്യം, ഈ ന്യൂസസിലൊക്കെ പറയുന്നുണ്ട് CR7ഉം ഹോർഗെ ഹീസസും കൂടെ ചേർന്നിട്ടാണ് ബ്രൂണോനെ സൗദിക്ക് കൊണ്ടുവരാൻ, അൽ നാസർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. CR7 വൈ? ഒന്ന് ആലോചിച്ച് നോക്കടോ, അടുത്ത വർഷം വേൾഡ് കപ്പ് ഇയറാ. ആൻഡ് ബ്രൂണോ പോർച്ചുഗലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്ലെയറാ. ആള് സൗദി കളിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് യൂറോപ്പിലെ ബെസ്റ്റ് പ്ലേയേഴ്സിനെതിരെ, ബെസ്റ്റ് ടീമിനെതിരെ കളിക്കുന്നത്. പോർച്ചുഗലിനെ സംബന്ധിച്ചും അതന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അടുത്ത വർഷം ബ്രൂണോ വേൾഡ് കപ്പിന് വരുമ്പോൾ ആളുടെ ഏറ്റവും ബെസ്റ്റ് ഫിസിക്കൽ കണ്ടീഷനിലായാലും
പെർഫോമൻസ് വൈസ് ആയാലും ഏറ്റവും ടോപ്പിൽ നിൽക്കണം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അൽ നാസറിന്റെ ടാർഗറ്റ്സ് ആരാ, ഏത് പ്ലെയറാ വരാൻ പോണത് എന്നുള്ള കാര്യം ഫബ്രീസോ റൊമാനോക്ക് പോലും ഒരു ഐഡിയ ഇല്ല. അൽ നാസർ, ഐ ബെഗ് യു, പ്ലീസ് സൈൻ സം ഗുഡ് പ്ലേയേഴ്സ് മാൻ. ഐ മീൻ ഗുഡ് എന്ന് പറഞ്ഞാൽ കുറേ പൈസ എറിഞ്ഞ് വലിയ വലിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള പൊസിഷനിലുള്ള നല്ല പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനാണ്. ഈ യാത്ര കൊള്ളും. ബൈ.